തൻ്റെ ഭാര്യ വീട്ടിൽ 2 ദിവസത്തേക്ക് താമസിക്കാനായിട്ട് വന്നതായിരുന്നു അയാൾ. പട്ടണത്തിൽ താമസിച്ചത് കൊണ്ട് തന്നെ അയാൾക്ക് ആ ഗ്രാമം വളരെയധികം ഇഷ്ടമായി. അർദ്ധരാത്രി ആയപ്പോഴേക്കും ആ ഗ്രാമം ഒന്ന് കാണാനായിട്ട് അയാൾ പുറത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. രാത്രിയിൽ ഗ്രാമം കാണുന്നതിന് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. പക്ഷെ ഭാര്യ വീട്ടുകാർ അയാളെ തടഞ്ഞു. അവിടെ ചില ആചാരങ്ങളുണ്ടെന്നും ആ സമയത്ത് പുറത്തിറങ്ങി നടക്കാൻ പാടില്ലെന്നും അയാളോട് അവർ പറഞ്ഞു. അതിനെ അവഗണിച്ചുകൊണ്ട് ഒരു സിഗരറ്റും വലിച്ച് അയാൾ പാടത്തിന് നടുവിലൂടെ നീങ്ങി. പാടത്തിന് നടുവിലൂടെ ചെന്നു ചേരുന്ന വഴി ഒരു കാവിലേക്കുള്ളതായിരുന്നു. രാത്രി ആ വഴി ആരും പോകാറില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മുൻകൂട്ടി പറഞ്ഞിരുന്നു. എന്നാൽ അതുവഴി ഒന്ന് പോകണമെന്ന് പൊതുവെ യുക്തിവാദിയായ അയാൾക്ക് തോന്നി. അയാൾ ആ വഴി തൻ്റെ യാത്ര തുടർന്നു. പെട്ടെന്ന് വളരെ ദൂരെ നിന്ന് ആരോ ഒരാൾ പന്തം കൊണ്ട് വരുന്നതായിട്ട് അയാൾക്ക് തോന്നുകയാണ്. കൂടെ ചിലങ്കയുടെ ഒച്ചയും അതിങ്ങ് അടുത്ത് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ശബ്ദം അടുത്തടുത്ത് വന്നപ്പോൾ അയാൾക്ക് ഭയം തോന്നി. അടുത്തുള്ള കുറ്റിക്കാട്ടിൽ അയാൾ ഒളിച്ചിരുന്നു. അപ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ശരിക്കും അതൊരു പന്തമല്ല, മറിച്ചൊരു തീഗോളമായിരുന്നു. അത് വായുവിൽ ഉയർന്നായിരുന്നു നിന്നിരുന്നത്. അതാരും പിടിച്ചുകൊണ്ട് വരികയല്ല, അത് തനിയെ വരികയായിരുന്നു. ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് അയാൾ ആ കുറ്റിക്കാട്ടിലിരുന്നു ആ കാഴ്ച കണ്ടു. ആ പ്രകാശഗോളം തൻ്റെ കാഴ്ചയിൽ നിന്ന് മറയുന്നത് വരെ അയാൾ ആ കുറ്റിക്കാട്ടിൽ ഒളിച്ചു. ഇങ്ങനെ ഒരു കാഴ്ച നമ്മുടെ കേരളത്തിലെ പല ഗ്രാമങ്ങളിലും പല വ്യക്തികളും കണ്ടിട്ടുള്ളതാണ്. ആ കണ്ടിട്ടുള്ളവരിൽ പലരും പിന്നീട് മാനസിക വിഭ്രാന്തി വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾക്ക് അടിമപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഊഹിച്ചത് വളരെ ശരിയാണ്. എതിർപോക്ക്, തേരോട്ടം, വരത്തുപോക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു നിഗൂഢ രഹസ്യത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ദ മിസ്റ്ററി വേൾഡ് ഓഫ് മാജിക് ലാബ്. ശരിക്കും എന്താണ് ഈ ഒരു വരത്തുപോക്ക് എന്ന് പറയുന്നത്? ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഗ്രാമത്തിലാണ്. കാവുകളുമായും ക്ഷേത്രങ്ങളുമായും ബന്ധപ്പെട്ടാണ് ഇത്തരം കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഏതൊരു നാട്ടിലും പ്രധാനപ്പെട്ട ഒരു ആരാധനാമൂർത്തി ഉണ്ടാവും. ആ ആരാധനാമൂർത്തിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴികളിലായി മറ്റു ചില ക്ഷേത്രങ്ങളുണ്ടാവും. ഈ 2 ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചാവും ഇത്തരത്തിലുള്ള അത്ഭുത സംഭവങ്ങൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ വരത്തുപോക്ക് പോലുള്ള സംഭവങ്ങൾ. വളരെ കൃത്യമായിട്ടുള്ളൊരു വഴി ഇതിനു വേണ്ടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ത്രിസന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയിൽ കൂടെ ഒരു മനുഷ്യർ നടക്കാറില്ല, പ്രത്യേകിച്ച് ആ നാട്ടിലെ ആൾക്കാർ. ഗ്രാമീണരുടെ വിശ്വാസം അനുസരിച്ച് ഈ ദേവാലയങ്ങളിലെ ദേവതമാർ അവരുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് അടുത്ത ക്ഷേത്രങ്ങളിലേക്ക് അവരുടെ സഹോദര ദേവന്മാരെ കാണാൻ പോകുന്നതാണ് എന്നതാണ് വിശ്വാസം. അത് ദേവന്മാരാവാം, ദേവിമാരാവാം, ഇനി അവരുടെ ഉപദേവതകളുമാവാം. ഇനി ഇതല്ലാതെ ഗന്ധർവന്മാരോ യക്ഷിമാരോ ഒക്കെ ആകാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇവയെ പലരും പല രൂപത്തിലാണ് കണ്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് തീഗോളം, പന്തം. ചിലരൊക്കെ ഇവയുടെ ശബ്ദം മാത്രമാണ് കേട്ടിട്ടുള്ളത്. അവിശ്വാസികളായ പലരും ഇവയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അവരിൽ പലരും ചിത്തഭ്രമമാണ് ഉണ്ടാവുക. വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ വിദേശത്ത് താമസിച്ചിരുന്ന ഒരാൾ ഗ്രാമത്തിലേക്ക് താമസിക്കാനായിട്ട് വന്നു. അയാൾ വയലിനടുത്തുള്ള ഒരു വീട് വലിയ വില കൊടുത്ത് മേടിച്ചു. പക്ഷേ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് മുതൽ വളരെ അമാനുഷികമായിട്ടുള്ള ചില സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കാനായിട്ട് തുടങ്ങി. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് രോഗം ഉണ്ടാവുക, അവർ വീട്ടിൽ വളർത്തിയിരുന്ന കന്നുകാലികൾ അകാരണമായിട്ട് മരണപ്പെടുക. അതുമാത്രമല്ല, രാത്രികാലങ്ങളിൽ വളരെ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുക എന്നിവയായിരുന്നു. ആദ്യമൊക്കെ ഇതൊരു സാധാരണ സംഭവമായിട്ട് അവരെടുത്തെങ്കിലും പിന്നീട് എന്തോ ഒരു കാര്യം ഇതിലുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. രാത്രികാലങ്ങളിൽ വീടിൻ്റെ ജനലിനകത്തുകൂടി നോക്കിയ പലരും ഒരു തീഗോളം അവരുടെ വീടിൻ്റെ മുന്നിലൂടെ പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീടിൻ്റെ പഴയ ചരിത്രം അവർ അയൽവക്കത്തൊക്കെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാക്കിയത് അതൊരു പഴയ തറവാടാണെന്നും ആ മുറ്റത്ത് കൂടി വരത്തുപോക്ക് ഉണ്ടായിരുന്നു എന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ തറവാട്ട് വീട് അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ വിറ്റിട്ട് പോയത്. ഇതിൽ പരിഭ്രാന്തരായ ആ കുടുംബം പിന്നീട് വളരെ കുറഞ്ഞ വിലയ്ക്ക് ആ വീട് വിറ്റ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ശരിക്കും ഇത്തരത്തിലുള്ള അനവധി സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ ഈ കഥകളെല്ലാം തന്നെ പലരും ഭയം കാരണം പുറത്തു പറയാറില്ല എന്ന് മാത്രം. എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയത എന്ന്
പലരും അന്വേഷിക്കാനായിട്ട് പുറപ്പെട്ടു. പക്ഷെ ആർക്കും തന്നെ ഇത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. തിരക്കിയിറങ്ങിയവർക്കെല്ലാം വളരെ കയ്പേറിയ അനുഭവങ്ങളാണ് ഉണ്ടായത്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വൈദ്യുതി വന്നെങ്കിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള വിചിത്ര സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉൾഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഒരുപക്ഷെ ഇത് മനുഷ്യർ അവരുടെ സങ്കല്പത്തിൽ തനിയെ സൃഷ്ടിക്കുന്നതാവാം, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും നിഗൂഢതകൾ ഒളിച്ചിരിക്കുന്നുണ്ടാവും, നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത നിഗൂഢതകൾ. പുതിയ വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.